ഗായ്സ്, എല്ലാവർക്കും ADP ഹോബിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ വന്നതാണ്. ഞാൻ മേലേക്ക് ചായ കുടിച്ചിട്ടുണ്ട്. നമുക്ക് മേലേക്ക് കുളിച്ചിട്ട് ട്യൂഷൻ ആവണം. അപ്പോൾ ഞാൻ പഠിക്കുന്ന 5ലാണ്, അവൾ പഠിക്കുന്ന 3ലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ വണ്ടിയിലൊക്കെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ചായ കുടിച്ച് ഇവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളും ഇതൊക്കെ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ പഠിക്കുന്ന സ്കൂൾ വിജയമാതയാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ള സ്കൂളാണ്. വണ്ടിയൊക്കെ വരും 8:40 വണ്ടി വരിക. നേരം വൈകും. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഐറ്റംസ് കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ പോവാം മുകളിലേക്ക്. അപ്പം ഗൈസ്, നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. നല്ല വഴുക്കളുള്ള കാരണം ഞങ്ങൾ മെല്ലെ ശ്രദ്ധിച്ചാണ് കേട്ടോ പോണത്. നല്ല വഴുക്കലുണ്ട് കേട്ടോ മുകളിൽ. പിന്നെ പൂപ്പലൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ ഞണ്ടിനെയും മീനിനെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞങ്ങളെ വാർപ്പിൻ്റെ മുകളിൽ ഇതാട്ടോ ഒരു വാർപ്പാണ്. പിന്നെ അപ്പം ഞങ്ങളിതാ മീനൊക്കെ കാണിച്ചു തരാം, ഞണ്ടീനൊക്കെ കാണിച്ചു തരാം എടുത്തോ. അപ്പം ഞങ്ങൾ ഞണ്ടീനൊക്കെ കാണിച്ചു തരാം. അപ്പം ഗൈസ്, നമ്മൾക്ക് 3 ഞണ്ടുണ്ടായിരുന്നു. അതിൽ 2 ഞണ്ടാൾ ചത്തുപോയിട്ടോ. വളരെ സങ്കടമായിട്ടോ. അപ്പോൾ ഇനി ഞങ്ങളുടെ അടുത്തുള്ളത് ഞങ്ങളുടെ ആകെ ഒരു ഞണ്ടുള്ളൂ. ആ ഞണ്ടുണ്ടത് നല്ല ഇറുക്കുണ്ട് കേട്ടോ. ഇത് പേടിയാണ് എനിക്ക്. ഞണ്ടിനൊക്കെ ഇതൊക്കെ പേടിയാണ്. നല്ല കുഴപ്പമില്ല ഉണ്ടോ. അപ്പോൾ ഞണ്ടിനെ പിടിച്ചോണ്ടിരിക്കുകയോ ഉണ്ടോ. അപ്പോൾ അടുത്ത ഞങ്ങൾ മീനെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ നല്ല വഴക്കുള്ളതാണ്. പിടിക്കാൻ പറ്റും. പഠിച്ച മീനുകളൊക്കെ അമ്മ ഓടല്ലേ. ഞണ്ടിന് അതിലിടണ്ടട്ടെ. ഇട്ടുണ്ട്. ഇനി അതിലിടണ്ട. ഇതാണ് കേട്ടോ നമ്മുടെ മീൻ. ഇതൊക്കെ അത് മാത്രമല്ല ഇട്ടിഞ്ഞുണ്ട്. പെട്ടെന്ന് കളിക്കേണ്ടതൊക്കെ പോണു. കടിയൊക്കെ ഉണ്ട്. ഗർഭിണിയാണ് തോന്നുന്നു. പിന്നെ ഇതാ നമ്മൾ ഞണ്ടുകുട്ടൻ. ആകെ ഒന്നുള്ളൂ. ഫ്രണ്ടൊക്കെ പോയി ചത്തുപോയി. ഇവ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു നീളമുള്ള മീനുണ്ടല്ലേ, കാണിച്ചു. നല്ല സ്പീഡുള്ളതുകൊണ്ട് അത്ര പിടിക്കാൻ പറ്റണില്ല. അത്രയ്ക്ക് നല്ല സ്പീഡാട്ടോ. നല്ല സ്പീഡ്. നീലയാണ് കേട്ടോ കളർ. നല്ല റെയിൻബോ പോലത്തെ. പിന്നെ മേലിക്കാട് അതെ പോകും. അപ്പോൾ ഈ മീനിന് അത്യാവശ്യം നല്ല നീളമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഫിഷാണ് കേട്ടോ മീൻ. ഇത് നല്ല ചാടുന്ന ഒരു മീനായ കാരണം അത്യാവശ്യം വേഗം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ മീനുണ്ട്, മീനുകളും ഉണ്ട്. അങ്ങനത്തെ മീൻ ഇനിയും ആ മീൻ പിന്നെ ചാവാറായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല. ഇനിയും ഉണ്ടല്ലോ അല്ലേ. അത് കുറേ മീനുണ്ട് കേട്ടോ. ഗപ്പിയുടെ പോലത്തെ വെള്ളമൊക്കെ മാറ്റണം. അപ്പം നമുക്ക് നല്ല പോലെ കാണിച്ചു തരാം. അത്ര ചെളിയൊന്നുമില്ല, ഒരു ക്ലിയർ ഇല്ല കേട്ടോ ഒരു ചാനല്. അപ്പോൾ അവളിതാ അപ്പം അവള് മൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മെല്ലെ നടന്ന് ഞങ്ങളെ ഒരു കറുകപ്പട്ട മരം, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കറുകപ്പട്ട മരം ഉണ്ട് കേട്ടോ ഇവിടെ. ഈ മരം നല്ല ഇതാണ് കേട്ടോ. നമുക്ക് പച്ചക്ക് കഴിക്കാൻ പറ്റും, കറിയിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ ഈ ഒരു ഇല. ഈ ഇല നല്ലതാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു. ഇതിൻ്റെ തണ്ടെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാ പഴുത്തുണ്ട്. പിന്നെ പഴുത്ത് ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഭാഗ്യമാണ് കേട്ടോ. ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് നല്ല മധുരം ഉണ്ടാവും, അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ. ഇത് ഇടയ്ക്കൊക്കെയാണ് നമുക്ക് കിട്ടൂ. പിന്നെ പച്ച ഇതാണ് കേട്ടോ. പച്ച കഴിച്ചാൽ നമുക്ക് ചവർപ്പൊക്കെ വരും. പിന്നെ നമുക്ക് നല്ല പഴുത്തതായിട്ട് ഫുള്ള് പഴുത്തിട്ട് വൈലറ്റ് കളർ. അപ്പം നമുക്കിത് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. നമുക്കിതിൻ്റെ ഫസ്റ്റിൻ്റെ തോല് ഇങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ. തോല് പറിച്ചെടുത്തിട്ടാണ് പിന്നെ ഞാൻ തോല് പറിച്ചെടുക്കാണ്ട് എൻ്റെ ഉള്ളിലൊരു അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ
അപ്പം നല്ല ഇതിൻ്റെ എന്താ ഇതൊക്കെ വരികയാണ് നല്ല ടേസ്റ്റിൻ്റെ. ഇപ്പോൾ കോയാക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കോയക്ക പറയാൻ തുമ്പത്ത് നിൽക്കണ്ട വന്നിട്ട് ആളും പറഞ്ഞു. ഇതാ ഒരു പഴുത്താൻ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതടി ഒരു പഴുത്താൻ കൂടി. അപ്പോൾ നമുക്ക് 2 പഴുത്താൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇനിയും കിട്ടുകയാണെങ്കിൽ നമുക്ക് ശേഖരിച്ച് വെച്ചിട്ട് ജ്യൂസൊക്കെ അടിക്കാൻ പറ്റുമോ? മധുരമൊക്കെ ഇട്ടിട്ട് നല്ല ഇത് ഉണ്ടാക്കാൻ പറ്റുന്നു. ഞാറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മേലൊക്കെ ഉണ്ട്, അതൊന്നും കിട്ടില്ല. അതിന് ഇവിടേക്കൊക്കെ പഴുത്തൊക്കെ വരും. ഇനി പഴുക്കാനൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ അവരിതാ മുകളിൽ ഇരുന്നിട്ട് പ്രാവിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതാ ഇവിടെ വന്ന പടിഞ്ഞ് മുകളിലേക്ക് ഇറങ്ങി. അപ്പോൾ കസാരയിൽ നോക്കും വെള്ളം നിറഞ്ഞു നിൽക്കണു. അപ്പോൾ വെള്ളമൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ കറുകപ്പെട്ട ഐറ്റംസ് ഒക്കെ ഉണ്ടോയെന്ന് പറയാനുണ്ട്. കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പേരക്കുണ്ട്, മാങ്ങമരമുണ്ട്. മാങ്ങമരത്തിൽ മാങ്ങ ഒന്നും അത്രയ്ക്ക് ഉണ്ടായിട്ടില്ല. കോക്കനട്ട് ഇപ്പം എല്ലാ അറിയുന്നുണ്ടാവും കേട്ടോ. താവ് പറിക്കണമൊക്കെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ മീനെ പിടിക്കണമൊക്കെ കാണിച്ചു തരാം. മീനും അപ്പം ഗൈസ് ഞങ്ങളെ തുണി നിലത്ത് വീണിട്ടേ. അപ്പോൾ ഇതാരുതാ അപ്പം ഗൈസ് ഇതിൻ്റെ ഒരു ടവൽ വീണിട്ടുണ്ടാവും. നമുക്ക് ഉണക്കാനൊക്കെ വെക്കാൻ കുഴപ്പമില്ല എന്ന് പറയാം. അതൊക്കെ നല്ലപോലെ അപ്പം ഞാനപ്പോൾ അത് നല്ല ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോകുന്നത് ഇവരെ പ്രാവിനെ പറപ്പിച്ച് പ്രാവിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് ഇത് വന്നിട്ടാണ്. അപ്പോൾ ഇതാ കുറച്ച് പ്രാവാനുണ്ട് അവിടെ. നല്ല രസമുള്ളൊരു പ്രാവാണ്. അപ്പം നമ്മൾ വെളിച്ചത്തേക്ക് പോയിട്ട് ഞങ്ങൾ കാണും. അപ്പോൾ ഗൈസ് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം പുറത്തിറങ്ങി ഞാനും പുറത്തിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. പുറത്ത് ഇറങ്ങിയതിന് ശേഷം ആയിരുന്നു ഞങ്ങൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഗൈസ് നമുക്ക് മീനൊക്കെ കാണണം. അവള് പോയിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് അവള് വന്നിട്ട് നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം, കാണിച്ചു തരാം. അവള് വരട്ടെ. അപ്പം ഞങ്ങൾക്ക് കൊടുക്കാം. അപ്പം ഗൈസ് ഞാനിപ്പോൾ അവിടുന്ന് ഞങ്ങളിപ്പോൾ ഒരു സാധനം കൊണ്ടു കൊടുത്തിട്ടോ. ചിക്കൻ എന്തോ തന്നു, ബിരിയാണി കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെ സാധനമുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ കൊണ്ടുകൊടുത്തു. എന്നിട്ട് ഞങ്ങളിവിടെ നടക്കും കേട്ടോ. പിന്നെ ഞങ്ങളെ കോഴി ഇതാ ഇവിടെ ഉണ്ട്. അതാട്ടെ ഞങ്ങളെ കോഴി. ആ 3 ഞങ്ങളെ കോഴിയാണ്. കാണുണ്ടാവും അവിടെ ഉണ്ട്. ഈ വീടിൻ്റെ സ്റ്റോറെ നടക്കും കേട്ടോ. ഇവിടെ അപ്പോൾ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.